മറുപടി ഇതാണ്. ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത്. എവിടെ സമ്മേളനം നടത്തുന്നത് ഇവന്മാരാ തീരുമാനിക്കേണ്ടത്. അപ്പോൾ സമസ്ത ചില ആളുകളൊക്കെ കളിയാക്കേണ്ട ചില മൗലവിമാരൊക്കെ ഉണ്ട് പല ഭാഗത്തും. അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പടിയല്ല നമുക്ക്. ആ മറുപടി ഇതാണ്. ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത്. അല്ലാതെ സമസ്ത കേരള ജമീയത്തുൽ സമസ്തക്ക് എന്താ ബാംഗ്ലൂർ കൊണ്ട് സമ്മേളനം നടത്തിക്കൂടെ? എവിടെ നടത്തിക്കൂടെ? സമസ്ത എവിടെ സമ്മേളനം നടത്തുന്നത് ഇവന്മാരാ തീരുമാനിക്കേണ്ടത്. അപ്പോൾ സമസ്തൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, സമസ്തൻ്റെ മഹാന്മാരാവുന്ന അസാത്തിദ്, സമസ്തൻ്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടിയെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം. അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി. ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. അതൊക്കെ വിജയിപ്പിച്ചെടുക്കാനും സമസ്ത കേരള ജമീയത്തുൽ ഉലമ കഴിയും. പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറോ ഉള്ള മൗലവിമാർ അങ്ങനെ പലതും അവരൊക്കെ നമുക്ക് അതൊന്നും എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതെന്നുള്ള നിലക്ക് പണ്ഡിതൻ്റെ ആ പാണ്ഡിത്യത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ആര് എതിർത്ത് പറഞ്ഞാലും. അപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇതിനെപ്പറ്റി നമുക്കറിയാം. ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് ഇവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ആര് തൊട്ട് കളിച്ചാൽ, ഇതിനെ ആര് തമാശയാക്കിയാലും ആര് പരിഹസിച്ചാലും ഇത് നമ്മളല്ല ഇതിന് മറുപടി പറയല്ലേ. ഇത് മഹാന്മാരാവുന്നതിൻ്റെ മശായിഖന്മാരായിരിക്കും മറുപടി പറയും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നും കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ടി, ഈ പ്രസ്ഥാനത്ത് ദീനിൻ്റെ പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിലേക്കുള്ള സൈറിലാണ് നമ്മളുള്ളത്. ഇന്നൽ ഇൻസാന ലാ യസ്തതിഉ അൻ യസിറ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല. ഏതൊരു മനുഷ്യനും അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ്. ആ പ്രയാണത്തിൽ നമുക്ക് വിജയിക്കണ്ടേ? ആ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശരിയായ റൂട്ടിൽ കൂടി നമ്മൾ പോകണം, എന്നാലേ ആ വിജയിക്കുള്ളൂ. അല്ലാതെ വഴി വളഞ്ഞു പോയാൽ ഒരിക്കലും വിജയത്തിലെത്തൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ളതായ സൈറ്, ആ പ്രയാണത്തിൽ ഏതൊരു മനുഷ്യനിക്കും ആ പ്രയാണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ? ഇല്ലാ ബി ഖൽബിൻ യർആ ഹുദൂദല്ലാഹ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹുദൂദുകൾ, ആ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നതായ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. ഈമാനിൻ സഹിയാവുന്ന ഈമാൻ നമ്മൾക്കുണ്ടാവണം.